പ്രൈസ് ദി ലോർഡ്. ഈശോയോട് നമുക്ക് ഹൃദയത്തിൽ നന്ദി പറയാം. ദൈവ പിതാവിനാൽ ആകർഷിക്കപ്പെട്ട് പരിശുദ്ധ ദൈവമാതാവ് ജീവനോടെ പ്രത്യക്ഷയായ ഈ അൾത്താരയിൽ ഈ സമയം നമ്മളെ ഒരുമിച്ച് കൂട്ടിയ ദൈവപിതാവിൻ്റെ സ്നേഹത്തിന് നമുക്ക് നന്ദി പറയാം. 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 ഇതുപോലൊരു ആരാധന മധ്യേയാണ് ദൈവമാതാവ് ഈ അൾത്താരയിൽ പ്രത്യക്ഷയായിക്കൊണ്ട് സമയ ഘടികാരം നെഞ്ചിൽ ചാർത്തി പ്രത്യക്ഷയായിക്കൊണ്ട് ദുരന്തം ഉണ്ടാകുവാൻ പോകുന്നു, പ്രാർത്ഥിക്കണമെന്ന വലിയ ദൈവിക സന്ദേശം കൈമാറിയത്. ജീവിതത്തിൻ്റെ വിവിധ ദുരന്ത മുഖങ്ങളിലായിരുന്നു കൊണ്ടാണ് നമ്മളും ഈ പരിശുദ്ധ ദൈവമാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വന്നുകൊണ്ട് മരിയൻ ഉടമ്പടിയെടുത്ത് അവൻ പറയുന്നത് പോലെ ചെയ്തുകൊണ്ട് ജീവിത വിശുദ്ധീകരണം നടത്തി, ആത്മവിശുദ്ധീകരണം നടത്തി വലിയ ദൈവ കൃപയെ നോക്കി പാർക്കുന്നത്. ഈ ധ്യാനം നയിക്കുവാൻ പോകുന്ന കൃപാസനത്തിൻ്റെ സ്ഥാപക ഡയറക്ടറായ ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛനെ ദൈവപിതാവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഈശോയെ, ധ്യാനത്തിലുടനീളം ബഹുമാനപ്പെട്ട അച്ഛനിലൂടെ നീ തന്നെ ഞങ്ങളോട് സംസാരിക്കണമേ എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. എടുത്തിരിക്കുന്ന മരിയൻ ഉടമ്പടിയിൽ വന്നുപോയിട്ടുള്ള പാകപ്പിഴകൾ പരിഹരിക്കാൻ ആവശ്യമായ അധിക ദൈവകൃപയ്ക്ക് വേണ്ടി കൂടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, ഞങ്ങളായിരിക്കുന്ന ഇടങ്ങളിലെല്ലാം ക്രിസ്തു സാക്ഷ്യമായി ഞങ്ങളുടെ ജീവിതം കൊണ്ട് നിന്നെ മഹത്വപ്പെടുത്തി ജീവിക്കുവാനുള്ള വലിയൊരു അഭിഷേകം ഈ ആരാധനയിലൂടെ ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. ദൈവസ്നേഹത്തോടെ ചേർന്ന് പാടാം. നീ തന്നെ ഞങ്ങളോട് സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മാവാൽ വചനങ്ങൾ നൽകി വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ദൈവപിതാവേ നന്ദി, ദൈവപിതാവേ മഹത്വം, ദൈവപിതാവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമുക്കെല്ലാവർക്കും കൃപാസനം പ്രത്യക്ഷീകരണ മധ്യസ്ഥ പ്രാർത്ഥന ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നാളിതുവരെ ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധി പ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ടു കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. മരിയൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ കുടുംബങ്ങളെ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, ആത്മാവാൽ വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, സാക്ഷികളാക്കി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ.
പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ സമൂഹത്തിന്റെ പ്രത്യേക നിയോഗങ്ങളും മൗനമായിട്ട് നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനാ വിഷയങ്ങൾ കൃപാസനത്തിൽ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ദൈവമാതാവിൻ്റെ മധ്യസ്ഥതയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് നമുക്കൊരു നിമിഷം മൗനമായിട്ട് പ്രാർത്ഥിക്കാം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ നന്ദി, ദൈവമേ സ്തോത്രം. എൻ്റെ പേര് ജീന ജോയി. ഞാൻ പാലാരൂപതയിലെ മൂഴൂർ ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ 2019 ഉടമ്പടി എടുത്തതാണ്. എൻ്റെ 4ാമത്തെ സാക്ഷ്യമാണ് ഇവിടെ ഞാൻ പറയുന്നത്. ഞാനൊരു ജനപ്രതിനിധി കൂടിയാണ്. ഞാൻ കഴിഞ്ഞ ഒരു സാക്ഷ്യം ഞാൻ പറഞ്ഞത് എൻ്റെ 22 വർഷമായിട്ട് എനിക്ക് കിട്ടാതിരുന്ന ഒരു ഞങ്ങളുടെ വീട് സ്ഥലവും ഞങ്ങൾക്ക് തിരിച്ചു കിട്ടിയ ഒരു സാക്ഷ്യമായിരുന്നു ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞു നിർത്തിയത്. അത് കഴിഞ്ഞ് എനിക്ക് ആ സാക്ഷ്യം ഇവിടെ പറഞ്ഞിട്ട് പോയപ്പം എന്നെ തമ്പുരാന് ഉള്ളം കൈ കൊണ്ട് നടന്നതും അതുപോലെ തന്നെ ഞങ്ങളെ തൊട്ട് ദൈവം ഞങ്ങളെ കൈക്കുമ്പിളി സംരക്ഷിച്ച ഒരു സാക്ഷ്യമായിരുന്നു അത്. അതുകൊണ്ട് എനിക്ക് ഒത്തിരി ആഗ്രഹമായിരുന്നു അത് ഒത്തിരി പേർക്ക് സാക്ഷ്യത്തിനായിട്ട് ഒരു യൂട്യൂബ് വരിക എന്നുള്ള എൻ്റെ ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു. പക്ഷേ അത് എനിക്ക് ഒത്തിരി നാളുകൾ ഇരുന്നിട്ടും അത് വന്നില്ല. പക്ഷേ ഞാനത് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ സാക്ഷ്യങ്ങൾ ഞാൻ ആളുകളോട് പറയാൻ തുടങ്ങി. അങ്ങനെ കറക്റ്റ് 1 മാസം തികയുന്ന ആ ദിവസം തന്നെ ഇത് ലൈവായിട്ട് യൂട്യൂബിൽ വന്നു. അങ്ങനെ ഞാൻ എന്നിട്ടും ഇത് അറിയുന്നില്ല. എന്നെ ഒത്തിരി ആളുകൾ വിളിച്ചു, ജീന ഇത്രയും വലിയൊരു സങ്കടം കൊണ്ടാണോ നടന്നിരുന്നത് എന്ന് ചോദിച്ച് എന്നെ വിളിച്ചപ്പോൾ മാത്രമാണ് ഈ ലൈവായിട്ട് ഈ ഉടമ്പടി സാക്ഷ്യം വന്ന വിവരം ഞാൻ അറിയുന്നത്. ഇത് വന്നതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഞങ്ങൾക്ക് പണമടച്ചത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വീട്ടിൽ ഞങ്ങൾ തിരിച്ച് കയറാൻ പറ്റിയായിരുന്നു. ആ സാക്ഷി ഇതിനു മുമ്പ് പറഞ്ഞതാണ്. പക്ഷേ ഈ സാക്ഷ്യം ഇവിടെ യൂട്യൂബിൽ അച്ഛൻ വന്നതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഞങ്ങൾക്ക് ആധാരവും ബാക്കി കാര്യങ്ങളും മാതാവ് തന്ന്, അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ആ വീട് സ്ഥലവുമായിട്ടുണ്ടായിരുന്ന എല്ലാ കാര്യങ്ങളും തീർത്ത് തരുന്നതിന് അമ്മ ഞങ്ങളെ സഹായിച്ചു. അതുപോലെ എനിക്ക് വർഷങ്ങളായിട്ടുണ്ടായിരുന്നു യൂറിൻ ഇൻഫെക്ഷൻ്റെ ഭയങ്കര ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. പക്ഷേ എനിക്കത് ആരോടും പറയാനോ ചികിത്സ നേടാനോ എനിക്കങ്ങ് എന്തോ ഒരു നാണക്കേട് പോലായിരുന്നു. അത് എന്തോ ഒരു വലിയ വിഷയമാണെന്ന് ഓർത്ത്. പക്ഷേ ഞാൻ ഇവിടുത്തെ അമ്മ മാതാവിൻ്റെ ഉപ്പ് ഉപയോഗിച്ച് വെള്ളം കുടിച്ചതിൻ്റെ ഫലമായിട്ട് അതെനിക്ക് തീർത്ത് മാറി കിട്ടുന്നതിന് സാധിച്ചു.
അതുപോലെ എൻ്റെ കാലിൻ്റെ ഇടുക്കുകളിൽ പരിവുണ്ടാകുന്നൊരു ഇതുണ്ടായിരുന്നു. അത് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അസഹനീയമായ വേദനയാണ്. അത് പല പ്രാവശ്യം ഇങ്ങനെ വരും. അതൊന്ന് മാറി അടുത്തത് വരുന്നത് വേറെ എവിടെ, അതിന് തൊട്ടടുത്ത് തന്നെ വേറെ വരും. അങ്ങനെ ഞാൻ ഒത്തിരി നാളുകൾ ഇതങ്ങനെ സഹിച്ചു. പക്ഷേ ഞാൻ ഉടമ്പടി വസ്തുക്കളൊന്നും ഉപയോഗിച്ചിരുന്നില്ല. ഹോസ്പിറ്റലിൽ നാണക്കേട് കാരണം കാണിക്കത്തുമില്ല. അങ്ങനെ ഇരുന്ന സമയത്ത് എനിക്ക് വേഗം ഇങ്ങനെ തോന്നുകയാണ്, അമ്മ മാതാവിൻ്റെ ഉടമ്പടിയായിട്ട് ഞാൻ അമ്മ മാതാവിൻ്റെ മകളായിട്ട് ഇങ്ങനെ നടന്നിട്ട് എനിക്ക് ഇത് ഉടമ്പടി വസ്തുക്കളൊന്നും ഉപയോഗിക്കാൻ തോന്നിയില്ല. ഞാൻ തൈലം എടുത്ത് അവിടെ തൊട്ട് പ്രാർത്ഥിച്ചു. അങ്ങനെ എനിക്ക് ആ പരിവ് പൂർണ്ണമായിട്ടും മാറി കിട്ടുന്നതിന്, ഈ 2 രോഗസൗഖ്യങ്ങളും എനിക്ക് കിട്ടുന്നതിന് സാധിച്ചു. അമ്മയ്ക്കും തിരുകുമാരനും നന്ദി പറയുന്നു. അതുപോലെ ഞാനൊരു ജനപ്രതിനിധിയാണെന്ന് പറഞ്ഞു. അത് ഞാൻ ഇതിനു മുമ്പ് ഇവിടെ സാക്ഷ്യം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, എനിക്കൊരു 21 വർഷത്തോളമായിട്ട് എനിക്ക് പഞ്ചായത്തിന് എഴുതി കിട്ടാതിരുന്നൊരു റോഡുണ്ടായിരുന്നു. അത് ഞാൻ പഞ്ചായത്തിന് എഴുതി കിട്ടുന്നതിന് എന്നെ അമ്മ മാതാവ് സഹായിച്ചിരുന്നു. അത് കഴിഞ്ഞ് അതിന് ഞാൻ അന്നിവിടെ സാക്ഷ്യം പറഞ്ഞിരുന്നു, അതിന് ഉള്ള ഫണ്ട് കൂടി അനുവദിച്ച് അതൊരു റോഡാക്കി തീർത്തിട്ടേ ഞാൻ അമ്മ മാതാവ് എന്നെ ഈ ഒരു ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് മാറാൻ സമ്മതിക്കുന്നത്. അതുപോലെ തന്നെ ഒരു 30 ലക്ഷം രൂപ അനുവദിച്ച് അത് റോഡിൻ്റെ പണി പൂർത്തിയാക്കാനുള്ള നടപടികളും ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 30 വർഷത്തിന് മേളിലായിട്ട് ഇടവഴിയായിട്ട് കിടന്ന് നടക്കാൻ മാത്രം ഉപയോഗിക്കാവുന്ന ഒരു വഴിയുണ്ടായിരുന്നു ഞങ്ങളുടെ വാർഡിൽ. അത് ആൾക്കാർക്ക് ഈ രോഗികളായിട്ടുള്ളവർക്ക് പോകുന്നതിനും ഒരു മരണം സംഭവിച്ചാലൊക്കെ വലിയ ബുദ്ധിമുട്ടുകളായിരുന്നു നമുക്ക് അതുവഴി നടക്കാനും എടുക്കാനും. അത് ഞാൻ ഇവിടെ ഉപ്പിട്ട് ആ ഇടവഴിയിൽ ഉപ്പിട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അതിൻ്റെ ഓണർ അത് വഴിയായിട്ട് റോഡായിട്ട് വെട്ടി എല്ലാവർക്കും വണ്ടി കിട്ടുന്ന രീതിയിൽ വഴിയാക്കി മാറ്റുന്നതിന് എനിക്ക് സാധിച്ചു. അതും അമ്മയ്ക്കും തിരുകുമാരനും ഞാൻ 1000 നന്ദി പറയുന്നു. അതുപോലെ എൻ്റെ വാർഡിൽ ഒരു 19 വർഷത്തോളം ആയിട്ട് ഉണ്ടായിരുന്ന ഒരു ആയുർവേദ ഹോസ്പിറ്റലാണ്. അതെൻ്റെ ഒരു ഉടമ്പടിയിലെ ഒരു നിയോഗമായിരുന്നു. എൻ്റെ കാലാവധി തീരുന്നതിന് മുൻപ് എനിക്കൊരു 10 ബെഡിന് കിടക്കുന്ന രോഗികളുള്ള ഒരു ആശുപത്രിയാക്കി മാറ്റിയെടുക്കണമെന്നുള്ളത്. അതുപോലെ അതിന് പണി പൂർത്തിയായിട്ടില്ലായിരുന്നു. 30 പേർക്ക് കിടക്കാവുന്ന രീതിയിലൊരു ആശുപത്രി കെട്ടിടം പണി പൂർത്തിയാക്കുന്നതിനും അതുപോലെ 10 ബെഡിൻ്റെ അംഗീകാരം മേടിച്ചെടുക്കുന്നതിനും അമ്മ മാതാവ് എന്നെ സഹായിച്ചു. അതിനകത്ത് ഈ ഉടമ്പടി വഴിയാണ് എനിക്കത് കിട്ടിയതെന്നുള്ളതിന് എനിക്കൊരു അടയാളം കാണിച്ചു തരണമെന്ന് ഞാൻ എപ്പോഴും അമ്മയോട് പ്രാർത്ഥിക്കുമായിരുന്നു. അമ്മ അന്നേരം ഞങ്ങൾക്ക് അവിടുന്ന് ഒരു സ്റ്റാഫിനെ എടുക്കാനുള്ള ഒരു അനുവാദമുണ്ടായിരുന്നു. അന്നേരം സ്റ്റാഫിനെ വിളിച്ച് എല്ലാവരെയും എടുത്ത സമയത്ത് ഒരു കുട്ടിയെ നമ്മളവിടെ ഒരു സ്റ്റാഫായിട്ട് എടുത്ത് ആ കുട്ടി എന്നെ വൈകുന്നേരം വിളിച്ചിട്ട് എന്നോട് പറയുകയാണ്, ചേച്ചി ചേച്ചി കൃപാസനത്തിൽ പോകുന്നതുകൊണ്ട് അമ്മ മാതാവ് ചേച്ചി എനിക്ക് തന്നെ ജോലി തരുന്നതിന് അവസരം ഒരുക്കിയതാണ്, ചേച്ചിക്ക് ഒത്തിരി നന്ദി പറയാൻ വേണ്ടി വിളിക്കുകയെന്ന് പറഞ്ഞാൽ ആ കൊച്ചെന്നെ വിളിച്ചു. അതെനിക്കൊരു ഭയങ്കര സന്തോഷമായിരുന്നു. ഇതിൻ്റെ പണി പൂർത്തിയാക്കുന്ന ഇത്രയൊക്കെ അമ്മ എൻ്റെ കൂടെ നടന്നതുകൊണ്ട് മാത്രമാണ് സാധിച്ചതെന്ന് അന്നേരം എനിക്ക് മനസ്സിലാക്കി തരുന്നതിന് അമ്മ എന്നെ അനുവദിപ്പിച്ചു. അതുപോലെ അവിടെ ഒത്തിരി ആളുകൾ വീടില്ലാതെ കഷ്ടപ്പെടുന്നവർ പറഞ്ഞതും ഒക്കെ പൂർത്തിയാക്കി കൊടുക്കുന്നതിന് അമ്മ ഒത്തിരി അനുഗ്രഹങ്ങൾ അത് ഏതെങ്കിലും വഴി ഫണ്ട് അനുവദിപ്പിച്ച് മേടിച്ചത് ചെയ്യുന്നതിന് എന്നെ അമ്മ സാധിപ്പിച്ചിട്ടുണ്ട്. അതിനെല്ലാം അമ്മയ്ക്ക് നന്ദി പറയുന്നു. എൻ്റെ കൂടുതൽ ആളില്ലാത്തതുകൊണ്ടാണ് എനിക്കല്ലെങ്കിൽ പറഞ്ഞാൽ തീരാത്തതുപോലെ സാക്ഷ്യങ്ങൾ പറയാൻ ഉണ്ട്. വിവാഹം നടന്നതായിട്ടും ഭവന പണി പൂർത്തിയായതായിട്ടും അതുപോലെ സ്ഥലം വിൽപ്പന, രോഗങ്ങൾ മാറിയത്, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ പ്രാർത്ഥന സഹായത്തിലൂടെ ഞാൻ ഇവിടെ ഉടമ്പടി വെച്ച് പ്രാർത്ഥിച്ചതിലൂടെ നടന്നതായിട്ട് എനിക്ക് പറയാനുണ്ട്. പക്ഷേ എനിക്കിപ്പം ഒരു ഉടമ്പടി പുതുക്കാൻ ഞാൻ 11ാമത്തെ തവണയാണ് ഇവിടെ വരുന്നത്. പക്ഷേ എനിക്ക് എൻ്റേതായ ആവശ്യങ്ങൾ വയ്ക്കുന്നത് 1-2 കാര്യങ്ങൾ വല്ലപ്പോഴും വയ്ക്കാൻ മാത്രമേ ഉള്ളൂ. അല്ലാതെ എല്ലാം എനിക്ക് അമ്മ കറക്റ്റായിട്ട് നടത്തി തരുന്നുണ്ട്. പിന്നെ അമ്മയുടെ ഒന്നും ചോദിക്കേണ്ട ആവശ്യമില്ലെന്നൊരു തോന്നലാണ് എനിക്ക്. അത് അമ്മ എന്നെ കണ്ടറിഞ്ഞ് ചെയ്തു തരുമെന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. അങ്ങനെയാണ് ഞാൻ ഉടമ്പടി ജീവിതത്തിൽ ജീവിക്കുന്നത്. അതുപോലെ കാരുണ്യപ്രവൃത്തിയായിട്ട് ഞാൻ എന്നോട് ആവശ്യപ്പെടുന്ന എല്ലാവർക്കും മരുന്നായിട്ടും ഭക്ഷണമായിട്ടും അതുപോലെ പണമായിട്ട് നൽകേണ്ടവർക്ക് അങ്ങനെയും നൽകിയൊക്കെ സഹായിക്കാറുണ്ട്.
എൻ്റെ അമ്മ വയ്യാണ്ട് കിടക്കുന്ന ഒരു രോഗിയാണ്. അന്നേരം ജോസഫ് അച്ഛൻ എപ്പോഴും പറയില്ല, നമ്മൾ എന്തെങ്കിലും എല്ലാവരും ചെയ്യുന്നതിലും കൂടുതലായിട്ട് ചെയ്യുമ്പോഴാണ് നമുക്കതൊരു ഉടമ്പടി കൂടി ലഭിച്ചതാണെന്നും അത് ഉടമ്പടി ജീവിതമാണെന്നും തോന്നുള്ളൂ അച്ഛൻ പറയാറുണ്ട്. അതുകൊണ്ട് ഞാൻ അമ്മയെ ശുശ്രൂഷിക്കുമെങ്കിലും എനിക്ക് എപ്പോഴും ഉണ്ടായിരുന്ന വേറെ എവിടെയെങ്കിലും പോയി എനിക്ക് രോഗികളെ ശുശ്രൂഷിക്കണമെന്നൊരു ആഗ്രഹം. അത് കാരണം അതിനു വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പക്ഷേ അതുകൊണ്ട് എന്നെ സ്ത്രീകൾ മാത്രം താമസിക്കുന്ന ഒരു സ്ഥലത്ത് പോയി അവർക്ക് വേണ്ടി കാരുണ്യപ്രവൃത്തി ചെയ്യാൻ, അവരുടെ സഹായിക്കാനും അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കാനും എന്നെ അമ്മ മാതാവ് സഹായിച്ചു. അതുപോലെ ദിവസവും എൻ്റെ ആത്മീയ ജീവിതത്തിലാണെങ്കിൽ ഒത്തിരി മാറ്റങ്ങൾ വരുത്തുന്നതിന് അമ്മ സഹായിച്ചു. ദിവസവും ബലിയർപ്പണത്തിൽ പങ്കെടുക്കുവാനും ആഴ്ചയിലൊന്ന് കുമ്പസാരിക്കുവാനും ഒക്കെ അമ്മ മാതാവ് സഹായിക്കുന്നത് കൊണ്ട് മാത്രം എനിക്ക് സാധിക്കുന്നതാണ്. ഒത്തിരി പ്രതിസന്ധികളിലൂടെയും ഒത്തിരി വിഷമങ്ങളിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത്. എല്ലാ ദിവസവും തന്നെ എന്തെങ്കിലുമൊക്കെ വിഷമങ്ങൾ കാണും. ഞാൻ എൻ്റെ ഇടവകയിലെ അൾത്താരയുടെ മുന്നിൽ വന്ന് ഒരു അരമണിക്കൂർ മിക്കവാറും ഞാൻ ശ്രമിക്കാറുണ്ട് ആ പ്രശ്നങ്ങളെല്ലാം അവിടെ തീർത്തിട്ട് വീട്ടിലോട്ട് പോകുവാനായിട്ട്. അത് എൻ്റെ ജനപ്രതിനിധി ആണെങ്കിൽ പോലും ആ ഒരു പ്രശ്നങ്ങളെ വാർഡ് മെമ്പർ എന്നുള്ള ആ രീതിയിലും എൻ്റെ വീടിനെയും എല്ലാം ജനങ്ങളെയും എല്ലാം ചേർത്തിണക്കി ഒരുപോലെ കണ്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് അമ്മ മാതാവിൻ്റെ ഒറ്റ ഒരു കരുതൽ കൊണ്ട് മാത്രമാണ് എനിക്ക് സഹായിച്ചത്. അതുപോലെ ഞാൻ എവിടെ പോയാലും എന്ത് പ്രശ്നത്തിന് പോയാലും 82-ാം സങ്കീർത്തനം പ്രാർത്ഥിച്ചിട്ട് മാത്രമേ പോവുള്ളൂ. ദൈവമാണ് ന്യായാധിപന്മാരുടെ, അതാണ് ആ സങ്കീർത്തനം. അങ്ങനെ പോകുമ്പോൾ നമുക്ക് എന്ത് കാര്യത്തിനും തീരുമാനമുണ്ടാകുന്നതിന് ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ളൊരു വിശ്വാസമാണ്. പിന്നെ എന്ത് കാര്യത്തിനും ശാന്തമായിട്ടിരുന്നാൽ ദൈവം നമ്മളെ എല്ലാ കാര്യത്തിലും കരുതുമെന്നുള്ള ഒരു വിശ്വാസവും ഉള്ളതുകൊണ്ട് എല്ലാ കാര്യങ്ങളും അങ്ങനെ നടത്തുന്നതിന് ദൈവം എന്നെ സഹായിക്കുന്നു. എന്നെ ഈ ഒരു നിലയിൽ ഇതേപോലെ സംരക്ഷിച്ച് നിർത്തുന്ന എൻ്റെ അമ്മയ്ക്കും പൊന്നുതമ്പുരാനും 1000 നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷി ഇവിടെ സമർപ്പിക്കുന്നു. എൻ്റെ പേര് അലീന. ഞാൻ എറണാകുളത്തു നിന്ന് വരുന്നു. അപ്പം ഞാൻ കഴിഞ്ഞ വർഷം 2024 ജൂലൈയിലായിരുന്നു ഞാൻ എൻ്റെ ജോലി റിസൈൻ ചെയ്ത് ഞാൻ തിരിച്ച് വീട്ടിൽ വന്നു. ഹൈദരാബാദിലായിരുന്നു ജോലി. നല്ല ജോലിയായിരുന്നു, നല്ല ശമ്പളം ഉണ്ടായിരുന്നു. പക്ഷേ അതിന് 12 to 13 hours ഓഫ് വർക്കും ഉണ്ടായിരുന്നു, ഒത്തിരി സ്ട്രെസ്സും ആയിരുന്നു. ആൻഡ് അപ്പോൾ ഞാൻ പിന്നെ എല്ലാ ദിവസവും ഞാൻ UG-യിലും PG-യിലും ഒക്കെ കുർബാനയ്ക്ക് പോകുമായിരുന്നു. അതും മുടങ്ങി, എല്ലാം മുടങ്ങി. അപ്പോൾ ഞാൻ തിരിച്ച് അപ്പം റിസൈൻ ചെയ്തിട്ട് തിരിച്ച് വീട്ടിൽ വന്നു. അത് കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ അടുത്തത് എന്ത് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുമ്പം 2 മാസം കഴിഞ്ഞിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ ഇങ്ങനെ CPA എന്ന് പറഞ്ഞൊരു കോഴ്സ് ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി. അത് യു എസിലെ ഇന്ത്യയിലെ CA-യുടെ ഈക്വലൻ്റ് ആയിട്ടുള്ള കോഴ്സാണ് ഈ US-ലെ CPA എന്ന് പറഞ്ഞ കോഴ്സ്. നല്ല പാടാണ് പാസ്സാവാൻ. 4 പേപ്പറേ ഉള്ളൂ, പക്ഷെ ഭയങ്കര പാടാണ് ഇത് പാസ്സാവാൻ. അപ്പം ഞാൻ എന്തായാലും ഇത് ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷെ വളരെ എക്സ്പെൻസീവാണ് ഈ കോഴ്സ്. ഒരു പേപ്പറിന് തന്നെ ഒരു എക്സാമിന് തന്നെ ഒരു 75,000 to 80,000 rupees ആവും. അപ്പോൾ ഞാൻ എന്തായാലും ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ എനിക്കിത് ചെയ്യണമെന്നങ്ങ് തോന്നി. അപ്പം അന്നേരം ഞാൻ തിരിച്ച് വീട്ടിൽ ഇവിടെ വന്നല്ലോ. അപ്പോഴത്തേക്കും ഞാനാണെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ജോയിൻ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു. ഇങ്ങനെ എല്ലാ ദിവസവും ഞാനിങ്ങനെ പ്രാർത്ഥിക്കുമെങ്കിൽ എൻ്റെ കുർബാന തിരിച്ച് പോകുന്ന ആ ഒരു ഇത് എനിക്ക് പോയായിരുന്നു. കുർബാനയിൽ എല്ലാ സൺഡേയും പോകും, അല്ലാതെ ഞാനങ്ങനെ പോകത്തൊന്നുമില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ആദ്യമായിട്ട് ഞാനിങ്ങനെ പഠിക്കാനും കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. 1.5 വർഷത്തോളം ജോലി ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ച് വന്നിട്ട് ഇവിടെ പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു. പക്ഷെ എങ്ങനെയൊക്കെ ഞാനത് പഠിച്ചെടുത്തു. ആദ്യത്തെ പേപ്പർ ഞാനാണെങ്കിൽ ഈ 2025 ജൂലൈയിലാണ് ഞാൻ ഈ ഉടമ്പടി എടുത്തത്. ഈ 2ാമത്തെ പ്രാവശ്യം എക്സാം എഴുതാൻ പോകുന്നതിന് മുമ്പ് ഞാൻ വിചാരിച്ചു എന്തായാലും ഉടമ്പടി എടുത്തിട്ടേ എനിക്ക് പോകത്തുള്ളൂ. ആദ്യത്തെ തവണ ഞാൻ എഴുതി, എനിക്ക് പാസ്സായില്ല, ഞാൻ ഫെയിലായി. അന്നേരം ഇങ്ങനെ എൻ്റെ അമ്മ ഇങ്ങനെ പറയുമായിരുന്നു, ഇങ്ങനെ കൃപാസനം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ഇങ്ങനെ ഞാൻ അമ്മയോട് ഒരു പ്രാവശ്യം ഇങ്ങനെ ചോദിച്ചു, ഇങ്ങനെ എന്തോ യൂട്യൂബിൽ ഇങ്ങനെ വീഡിയോ കണ്ടപ്പോൾ ഈ സാക്ഷ്യം കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു ഇത് എന്താ ഇതെന്ന് ഞാൻ ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു ഇങ്ങനെ ഒരു സ്ഥലമുണ്ട് കൃപാസനം എന്ന്. അമ്മ എല്ലാ ദിവസവും അതിൻ്റെ പ്രാർത്ഥന കൂടും, പക്ഷേ ഉടമ്പടി ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ അന്നേരം ഒന്നും എനിക്ക് കൂടണമെന്ന് തോന്നിയിട്ടില്ല. പക്ഷേ ആദ്യത്തെ പ്രാവശ്യം ഞാനിത് തോറ്റൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കിങ്ങനെ എന്തോ പ്രാർത്ഥന ഇത് കൂടണമെന്ന് തോന്നി. അതുകൊണ്ട് ഞാൻ എല്ലാ ദിവസവും ഇതിൻ്റെ പ്രാർത്ഥന കൂടുമായിരുന്നു എല്ലാ ദിവസവും. പക്ഷേ ഈ ഉടമ്പടി ഒന്നും എടുത്തില്ല. പക്ഷേ എനിക്കിങ്ങനെ
ഈ എടുക്കണമെന്നിങ്ങനെ ഒരു മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ അമ്മ പറയുമായിരുന്നു നീ രാവിലെ ഒന്നും എഴുന്നേക്കത്തില്ല, അന്നേരം നിന്നെ കൊണ്ടൊന്നും പറ്റത്തില്ലായിരിക്കും. അപ്പോൾ എങ്ങനെ പറഞ്ഞായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും വേണ്ട, എന്നെ കൊണ്ട് പറ്റത്തില്ലായിരിക്കും. പക്ഷേ ഈ രണ്ടാമത്തെ തവണ പോകുന്നതിന് മുമ്പ് എനിക്ക് എന്തായാലും 28-ാം തീയതിയാണ് 28 സെപ്റ്റംബറിലാണ് ഞാൻ ഈ ഫാറിൻ്റെ എക്സാം ഞാൻ രണ്ടാമതായിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. അത് ഈ കുരുക്കഴിക്കുന്ന മാതാവിൻ്റെ തിരുനാളിൻ്റെ ദിവസമാണ്. അപ്പോൾ എന്തായാലും ഞാൻ ആ ഡേറ്റ് തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാനത് ഈ പ്രാവശ്യം ഞാൻ പോയപ്പം 28-ാം തീയതി ആയിരുന്നു. 25-ാം തീയതി ഞാൻ ഈ ഉടമ്പടി എടുത്തു. ഞാൻ അവിടെ ചെന്നു. ഞാൻ അവിടെയാണെങ്കിൽ ഭയങ്കര ചെക്കിങ് ഒക്കെയാണ്. പക്ഷെ എന്നാലും ഞാൻ ഈ ഉടമ്പടിയുടെ ഉപ്പെടുത്ത് ആ ഡോറിൻ്റെ സൈഡിൽ ഞാൻ കുറച്ച് ഇങ്ങനെ തൂക്കി. എന്നിട്ട് എൻ്റെ കയ്യിൽ ഉടമ്പടിയുടെ കാശ് രൂപം ഉണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ ഫുൾ പ്രാർത്ഥിച്ചുകൊണ്ടായിരുന്നു ഞാൻ ഈ ഫുൾ എക്സാം എഴുതിയത്. ആദ്യത്തെ തവണ എനിക്ക് പ്രസൻസ് ഓഫ് മൈൻഡ് ഒക്കെ ഒട്ടും ഇല്ലായിരുന്നു. എനിക്ക് ഈ 4 മണിക്കൂർ ഈ ഒരു എക്സാം, അപ്പോൾ നല്ല ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ പ്രാവശ്യം ഞാൻ എഴുതിയപ്പം ഭയങ്കര എനിക്ക് എല്ലാം ഈസി ആയിട്ട് ചെയ്യാനും പറ്റി. പക്ഷേ ഇന്ന് ഞാനപ്പം വിചാരിച്ചു ഈ പ്രാവശ്യം റിസൾട്ട് വരുമ്പോൾ എന്തായാലും ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ടേ ഞാൻ റിസൾട്ട് നോക്കത്തുള്ളൂ എന്ന് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇവിടെ വന്നിട്ട് ഇന്നാണ് റിസൾട്ട് വന്ന ദിവസം. അപ്പം ഞാൻ ഇവിടെ വന്ന് ഒരു റോസറി ചൊല്ലി. ആക്ച്വലി ഇന്നലെ തലേദിവസം തന്നെ നമുക്കറിയാം പാസ്സായോ ഫെയിലായോ എന്ന്. പക്ഷെ എന്തായാലും ഞാൻ പറഞ്ഞായിരുന്നു ഞാൻ ഇവിടെ വന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ടേ ഞാനത് നോക്കുന്നുള്ളൂ. കിട്ടിയില്ലെങ്കിലും സാരമില്ല, എനിക്കറിയാതെ എനിക്കുള്ളതല്ലായിരിക്കും, ഇത്രയും പൈസ ചിലവുമാണ്, അതുകൊണ്ട് ഞാൻ ഇനി എഴുതത്തില്ല, ഇത് കിട്ടാനുള്ളതാണ്, എനിക്ക് ഈ പ്രാവശ്യം കിട്ടട്ടെ. കാരണം ഇത് 75 മാർക്ക് വേണം 100ൽ ഇത് ജയിക്കാൻ. അപ്പോൾ ഞാൻ ഇവിടെ വന്ന് ഒരു റോസറി ചൊല്ലി ഞാൻ ഈ മാർക്ക് എടുത്ത് നോക്കിയപ്പോൾ എനിക്ക് കറക്റ്റ് 75 മാർക്കാണ് എനിക്കുള്ളത്. ഞാനത് പാസ്സായി. പിന്നെ ഞാൻ എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകാൻ തുടങ്ങി. അതെനിക്ക് വലിയൊരു ആത്മീയ ജീവിതത്തിലെ എൻ്റെ മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ എല്ലാ ദിവസവും ഇത് എടുത്തതിന് മുമ്പും ഞാൻ ഈ പ്രാർത്ഥന കേൾക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ, അതായത് ഈ വർഷം 2025 ആയപ്പോൾ തുടങ്ങി എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകുന്നുണ്ട്. പിന്നെ പ്രാർത്ഥന എൻ്റെ കൂടി, റോസറി ഞാൻ ചൊല്ലുന്നത് കുറേ കൂടി. ഞാൻ എല്ലാ ദിവസവും എല്ലാ ദിവസവും ഞാൻ റോസറി തന്നെ ഒരെണ്ണം ചൊല്ലാൻ നോക്കും. എല്ലാ ദിവസവും എനിക്ക് രാവിലെ എഴുന്നേക്കാനുള്ള ബുദ്ധിമുട്ട് ഞാൻ എല്ലാ ദിവസവും 5 മണിക്ക് ഞാൻ എഴുന്നേറ്റ് ഈ പ്രാർത്ഥനയും എൻ്റെ തന്നെയുള്ള പ്രാർത്ഥനയും ഈ അച്ഛൻ്റെ മോർണിംഗിലെ ഡെയിലി ബ്രെഡും എല്ലാം ഞാൻ കൂടുന്നുണ്ട്. മറ്റേ ഈ നമ്മുടെ ധ്യാനം കൂടുന്നുണ്ട്, ഇവിടുത്തെ ധ്യാനം കൂടുന്നുണ്ട്. അങ്ങനെ ഒത്തിരി വ്യത്യാസങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. പിന്നെ ചാരിറ്റി വർക്കായിട്ട് ഞാൻ ട്യൂസ്ഡേ ഞാനൊരു പള്ളിയിൽ പോവും. അപ്പോൾ ആ പള്ളിയുടെ ആൻ്റണീസ് ചർച്ചിൽ പോകുമായിരുന്നു. അപ്പോൾ അവിടെയുള്ള ഈ പാവപ്പെട്ട 5-6 പേർക്ക് ഞാൻ ഫുഡ് എടുത്തുകൊണ്ട് പോകും, അവർക്ക് ഫുഡ് കൊടുക്കും. പിന്നെ അല്ലാതെ ഞാനൊരു എല്ലാ സാറ്റർഡേയും ഇങ്ങനെ ഒരു ആരുമില്ലാത്ത അമ്മമാർ, സിസ്റ്റേഴ്സ് നോക്കുന്ന ഒരു അമ്മമാരുടെ മഠമുണ്ട്. അപ്പോൾ ഈ വയ്യാത്ത അമ്മമാരെ നോക്കുന്ന അവരുടെ അടുത്ത് പോയി അന്നത്തെ സാറ്റർഡേയിലും ദിവസം അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യും. ഇതൊക്കെയാണ് ഞാൻ ചെയ്യുന്ന ഇങ്ങനത്തെ. അല്ലാതെ ഞാൻ ഈ പത്രം, ഇവിടെ നിന്ന് കിട്ടുന്ന പത്രം ഞാൻ എല്ലാവർക്കും പ്രാർത്ഥിച്ചിട്ട് വേറെ പള്ളിയിൽ, എൻ്റെ പള്ളി അല്ലാത്ത പള്ളിയിൽ ഞാനത് കൊണ്ടുപോയി കൊടുക്കും. പ്രാർത്ഥിച്ചിട്ട് കിട്ടേണ്ടവർക്ക് തന്നെ കിട്ടണമെന്ന് വിചാരിച്ച്, എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാവുന്ന ആർക്കെങ്കിലും ഈ പത്രം കിട്ടണമെന്ന് വിചാരിച്ച് ഞാൻ ഈ പത്രം കൊണ്ടുപോയി കൊടുക്കും. ഇതൊക്കെയാണ് ഈ അനുഗ്രഹങ്ങളെല്ലാം തന്ന് അമ്മ മാതാവിന് ഈശോയ്ക്ക് ഒത്തിരി നന്ദി.